വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് 29th മാർച്ച്. സോ നാളെയാണ് എൻ്റെ ബർത്ത്ഡേ. നാളെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ലീവ് എടുക്കണ്ടെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നാണ് ബർത്ത്ഡേ ഞാൻ സെലിബ്രേറ്റ് ചെയ്യണത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അതുപോലെ കുറച്ച് ആൻഷ്യസ് ആണ്. ഐ ഡോണ്ട് നോ, എനിക്കറിഞ്ഞൂടാ എന്താണ് ഫീൽ ചെയ്യണമെന്ന് എനിക്കറിഞ്ഞൂടാ. സോ അത്രയും വലിയ ബർത്ത്ഡേ സെലിബ്രേഷനൊന്നും അല്ല. ജസ്റ്റ് ലൈക്ക് എനിക്ക് ഈ ബർത്ത്ഡേക്ക് രണ്ട് കാര്യമാണ് ഞാൻ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വിചാരിച്ചത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലൈക്ക് ഈ പിൻട്രസ്റ്റിൽ ഞാൻ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്യാൻ ഇതുപോലത്തെ പിക്സ് എടുക്കുക എന്നുള്ളതാണ്. ലൈക്ക് ഇങ്ങനെ ബെഡിലിരുന്നിട്ട് ലൈക്ക് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു കോസി വൈബ് എസ്തെറ്റിക് ഇങ്ങനത്തെ കുറച്ച് പിക്സ് എടുക്കണമെന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു കോഫി കുടിക്കണമെന്ന്. ലൈക്ക് നല്ലൊരു സ്റ്റാർബക്സിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കഫേയിലോ പോയിരുന്നിട്ട് ഒരു കോഫി കുടിക്കണം. അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ, എനിക്കിഷ്ടമാണ് ആ ഒരു വൈബ്. സോ ഇത് രണ്ടുമാണ് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് വൺ ഓഫ് ദ തിങ് ഇൻ മൈ വിഷൻ ബോർഡും കൂടെയാണ്. സോ നമുക്ക് നോക്കാം എത്രത്തോളം കാര്യങ്ങളൊക്കെ സെറ്റാവും നടക്കുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക്. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു ക്യൂട്ട് ടോപ്പും പിന്നെ ഒരു ക്യൂട്ട് പാൻറ്റും. ഫുള്ളായിട്ട് ഞാൻ എവിടെയെങ്കിലും വെച്ചിട്ട് കാണിച്ചു തരാം. കം കം കം. സോ ഇത് ഞാൻ തന്നെ വാങ്ങിയ ഫ്ലവറാണ്. എങ്ങനെയുണ്ട്? മാച്ചിങ് പിങ്ക് നല്ല എസ്തെറ്റിക് അല്ലേ? ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഫ്ലവറാണ്. ഇതെന്ത് ഫ്ലവർ എന്ന് എനിക്കറിഞ്ഞൂടാ. ലില്ലിയാണോ? പെട്ടെന്ന് പോയി ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ആദ്യം തന്നെ ബലൂണ് വീർപ്പിച്ച് തുടങ്ങാം. എന്നിട്ട് നമുക്ക് ലൈക്ക് പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഫുൾ എസ്തെറ്റിക് ആക്കാം. സോ ഏറ്റവും ടാസ്ക് ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ബലൂൺ വീർപ്പിക്കലാണ്. ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല. എനിക്ക് വീർപ്പിക്കാൻ അറിയാം, അങ്ങനെ കെട്ടിടാൻ അറിഞ്ഞൂടെ. സോ അതാണ് അടുത്ത ബുദ്ധിമുട്ട്. ഓക്കെ ബാ. സോ ഇതാണ് ക്യാൻഡിൽ. മറ്റേ മെറ്റലല്ലോ, ഇങ്ങനെ കേർവായിട്ടുള്ള ക്യാൻഡിലാണ്. പിന്നെ ഇതാണ് ബലൂൺ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബലൂൺ ഊതി എൻ്റെ കാറ്റ് പോയി. എൻ്റെ എവിടെയൊക്കെ വേനെടുക്കണം. എൻ്റെ കൈ എനിക്ക് ആ കെട്ടിടാൻ അറിഞ്ഞൂടാ. കൈയുടെ സൈഡ് മുറിഞ്ഞതുപോലെ ഉണ്ട്. ഓ മൈ ഗോഡ്, ഞാൻ ഊതണ ബലൂണ് പൊട്ടി പോവുകയും ചെയ്യണ്. അയ്യോ, ഇപ്പം എന്താ വ്യാസവ് വന്നിട്ട് താഴെ വരുമോയെന്ന് ചോദിച്ചിരിക്കുകയാണ്. അതുപോലെ നമുക്ക് കേക്ക് എടുക്കാൻ പോകണം അക്കരെ വീട്ടിൽ നിന്ന്. അപ്പം അതും കൂടെ ഇപ്പം ചെയ്യാം. എൻ്റെ കിളി പോയി. എന്തോന്നോ സമച്ച് കൊണ്ട് വന്നിരിക്കുകയാണ്. ബ്രെഡല്ലോ. നീ ഉണ്ടാക്കിയ? ഇവൻ ഓൾറെഡി എനിക്ക് ഇന്നലെ ഒരു ബൊക്കയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഒരു ക്യൂട്ട് മിനിസോളെന്ന് വാങ്ങിയ ഒരു ഡയറി. എന്നിട്ട് ഇപ്പം അടുത്തതുണ്ടായിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പം നമുക്കിനി അക്കയുടെ വീട്ടിൽ പോയിട്ട് എന്തോ എടുക്കാമെന്ന് കേക്ക് എടുക്കാം. നമ്മുടെ കേക്ക് കിട്ടി. ഏതവസ്ഥയിലാണുള്ളതെന്ന് എനിക്കറിഞ്ഞൂടാ. അയ്യോ,
ടെൻഷനുള്ള പാർട്ടാണ്. നമ്മുടെ കേക്ക് എന്തവസ്ഥയിലിരിക്കണമെന്ന് നോക്കാനായിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. എൻ്റെ ഒരു ഭാഗ്യം കാരണം മേ ബി എനിക്കറിഞ്ഞൂടാ. നോക്കാം. ഒന്നുമില്ല, അടിപൊളി. ഈ സ്മൈല് നല്ല ക്യൂട്ട്. നമുക്ക് ബ്രെഡ് ഹൽവ, നമ്മുടെ വ്യാസമുണ്ടാക്കിയ ബ്രെഡ് ഹൽവ ടേസ്റ്റ് ചെയ്യാം. കാണിച്ചര. അയ്യോ ക്യൂട്ട്. ഈ ബ്രെഡ് ഹൽവ എന്ന് പറയുന്ന സാധനം ഞാൻ ഇവിടെ വന്നിട്ടാണ് കഴിക്കണത്. എനിക്ക് തോന്നുന്നു കേരളത്തിലൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കഴിച്ച ഒരു സാധനമാണ്. ലൈക്ക് ആദ്യമായിട്ട് കഴിച്ചെന്നല്ല, ഇവിടെ വന്നിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത ഒരു സാധനമാണ് ബ്രെഡ് ഹൽവ. എൻ്റെയും ആൻറ്റിയുടെയും ഫേവറേറ്റ് സാധനമാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയ ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് തിന്നരുത്, ലൈക്ക് വാർണിംഗ് തന്നിട്ടുണ്ട്. ഒരുപാട് തിന്നാൽ കിറങ്ങിക്കിടക്കുമെന്ന്. സോ നമുക്കിപ്പം കുറച്ച് നമുക്ക് കഴിക്കാം. ബാക്കി ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ട് പിന്നെ എപ്പോഴേലും കഴിക്കാം. ആലിയ കളത്തിലിറങ്ങിയിട്ടുണ്ട്. ആലിയ ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കിയാണ്. ഇതാണ് ഫൈനൽ ലുക്ക്. നല്ല രസമുണ്ട്, കൊള്ളാം. കുറേ ബലൂണ് പൊട്ടിപ്പോയി, ഇല്ലെങ്കിൽ ബലൂണ് കുറച്ചും കൂടെ നിറയ്ക്കായിരുന്നു. ഗുഡ്. ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ ലൈക്ക് എന്താ പറയാ, ഒരു കറക്റ്റ് പിൻട്രസ്റ്റിൽ കാണുന്ന പോലത്തെ വൈബും സെറ്റപ്പൊക്കെ. വേണ്ട, പിന്നെ പഠിക്ക, പിന്നെ കുറേ നല്ല എസ്തറ്റിക് പിക്കൊക്കെ കിട്ടി. അടിപൊളി. ഇനി നമ്മൾ കേക്ക് എടുത്തിട്ട് കട്ട് ചെയ്തിട്ടില്ല, അതുപോലെ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. ഇനി ഫ്രണ്ട്സും കൂടെ വന്നിട്ട് കട്ട് ചെയ്യാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ആദ്യത്തെ ഒന്ന് ഗിഫ്റ്റ് തുറക്കാനായിട്ട്. തുറക്കട്ടെ. ഇതെനിക്ക് മനസ്സിലായി, ഇത് മഗ് ഇല്ലേ, ഓർ പാത്രം. ചായ കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ്. എന്തൊരു എസ്തറ്റിക്. എൻ്റെ ഫസ്റ്റ് ലൈക്ക് വിഷ് നടന്നു. ഞാൻ നല്ല കുറേ ഫോട്ടോസൊക്കെ എടുത്തു, നല്ല എസ്തറ്റിക് ആയിട്ടുള്ള ഫോട്ടോസ്. എനിക്ക് ഈ ബൊക്കെ സാധനങ്ങളൊന്നും താഴെ വെക്കാനേ തോന്നണില്ല, എനിക്കിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാൻ തോന്നുകയാണ്. എന്ത് ക്യൂട്ടാണ്. ഇനി എനിക്ക് നല്ല ചൂടെടുക്കണം. ഇവിടെ ബലൂണൊക്കെ വെച്ചിട്ട് ഫാൻ ഇടാനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇനി ഞാൻ പോയി ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ട് വരാം. ലൈക്ക് ഇനി നമ്മൾ ഫ്രണ്ട്സായിട്ട് ഇപ്പോൾ കാണിച്ചു തന്നില്ല, കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ട് വരാം. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇത് ഞാൻ ക്രിസ്മസിന് വാങ്ങിയ ഒരു ഡ്രസ്സാണ്. അന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ പള്ളിയിൽ, പിന്നെ ഞാൻ പുറത്തൊന്നും ഇത് ഇട്ടിട്ടില്ല. ഇതല്ലായിരുന്നു എൻ്റെ പ്ലാന്. ഞാൻ സവാനയിൽ ലൈക്ക് ഒരു
ക്യൂട്ട് നല്ല പിൻട്രസ്റ്റി എസ്തെറ്റിക് ആയിട്ടുള്ളൊരു ഡ്രസ്സ് ഓർഡർ ചെയ്ത് വിത്ത് നെയിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധനം വന്നില്ല, ചതിക്കപ്പെട്ടു ഞാൻ. സോ നമുക്ക് പ്ലാൻ ബി വേണമല്ലോ. ഇതാണ് എൻ്റെ പ്ലാൻ ബി. ഓക്കെ, സോ ഒരു ക്യൂട്ട് ചെയിന്, കുറച്ച് മേക്കപ്പ്, ഇതൊക്കെ തന്നെ. ഇനി മുടിയും കൂടെ ഒന്ന് സെറ്റാക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ, ഞാൻ വേർക്കെയാണ് നിന്ന്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇന്നലെ കേക്ക് വാങ്ങിയ സ്ഥലത്ത് തന്നെ പോയിട്ട് കേക്ക് കട്ട് ചെയ്യാനാണ് ഇപ്പോഴത്തെ പ്ലാന്. സോ കാണാം. മാസ്റ്റർ. സോ നമ്മൾ പോകാനായിട്ട് ഇറങ്ങി. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ലൈക്ക് ഞാൻ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തിട്ടില്ലായിരുന്നു, അത് പിന്നെ എസ്തെറ്റിക് ആവാൻ ബൊക്കെ, കേക്ക് എല്ലാം എടുത്തിട്ടുണ്ട്. ഇറങ്ങാൻ പോവുകയാണ്. ഇനി അവിടെ എത്തിയിട്ട് കാണാം. ചേട്ടാ ചിരിക്കൊന്ന് ഹായ് പറ. അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുത്ത് കളിക്കുന്നു. എനിക്ക് പേടി. ഊതട്ടാ? ആദ്യം പാട്ട് പാടും, എന്നിട്ട് നമ്മൾ ഊതും, എന്നിട്ട് കട്ട് ചെയ്യും. ഓക്കെ, പാട്ട് പാട്. Happy birthday to you. Happy birthday to you. Happy birthday dear Steffi. Happy birthday to you. പരിപാടികളൊക്കെ കഴിഞ്ഞു. കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. ബാക്കി വന്ന ഒരു കഷ്ണം കേക്കും കൂടെ ഉണ്ട്. അതും കൂടെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇനി ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ബിരിയാണി. അയ്യോ, ഓക്കെ, ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ സാഗർ റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത് ഫുഡ് കഴിക്കാനായിട്ട്. നമ്മൾ തലശ്ശേരി ദം ബിരിയാണിയാണ് ഓർഡർ ചെയ്യണത്. ഇവിടുത്തെ കുറച്ചെങ്കിലും ലൈക്ക് ഒരു മലയാളി ടച്ച് വരുന്ന ബിരിയാണി തലശ്ശേരി ദം ബിരിയാണിയാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. സോ അതാണ് ഓർഡർ ചെയ്ത് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങി. ഒരു അരമണിക്കൂർ ഇറങ്ങിയുള്ളൂ, പക്ഷേ ഉടുക്കത്ത് ഉറക്കമായിരുന്നു. അങ്ങനെ ഒരു ബോധമില്ലാതെ കിടന്ന് ഉറങ്ങി. എന്നിട്ട് ഇതാ ഇപ്പം എണീറ്റു. ഇനി നമ്മൾ സ്റ്റാർബക്സിലോ ഏതെങ്കിലും കഫേയിലോ എവിടെയെങ്കിലും പോയിട്ട് ഒരു കോഫി കുടിക്കാനാണ് അടുത്ത പ്ലാന്. അതുകൂടെ കഴിഞ്ഞാൽ ഈ വർഷത്തെ ബർത്ത്ഡേ ഒഫീഷ്യലി കഴിയും. ഇതൊന്നും അല്ല കോമഡി, നാളെയാണ് എൻ്റെ ബർത്ത്ഡേ. നാളെ ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. വന്നിട്ട് വേണം ഇതിനേക്ക് എനിക്കൊന്ന് ലൈക്ക് കുറച്ചും കൂടെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. ഇറങ്ങിയപ്പോൾ ഈ മഴ ഉണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റാണ്. ലൈക്ക് കാറ്റും വെയിലൊക്കെ പോയി മണ്ണിൻ്റെ മണം, ആ ടൈപ്പ് ക്ലൈമറ്റ്.
ബർത്ത്ഡേക്ക് 2 വിഷാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ രാവിലെ പറഞ്ഞ പോലെ ലൈക്ക് ഒന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കണം, പിന്നെ ഒന്ന് കോഫി കുടിക്കണം. രണ്ടും നടന്നിരിക്കുന്നു. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കഴിഞ്ഞു ബർത്ത്ഡേ. ലൈക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞ് എൻ്റെ കിളി പോയി. ലൈക്ക് എന്ത് പറയണമെന്ന് എനിക്ക് ഓർമ്മ മീൻസ് ഒന്നും വരണില്ല. കൊള്ളായിരുന്നു. താങ്ക് യു. കാര്യം കൂടി ഉണ്ട്, നാളെ ഓഫീസുണ്ട്. സോ ഓഫീസിൽ കൊടുക്കാൻ കുറച്ച് സ്വീറ്റ്സ് വാങ്ങണം. സ്വീറ്റ്സ് അല്ലെങ്കിൽ മിഠായി എന്തെങ്കിലും വാങ്ങണം. ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്, അതും കൂടെ വാങ്ങിയിട്ട് നമുക്ക് പോവാം.